പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നല്ല പ്രഭാതം കൂടെ കാണാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതവന്ദനം ആശംസിക്കുന്നു. ഒരു ചെറിയ ചിന്ത ഈ പ്രഭാതത്തിൽ ദൈവമക്കളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നാം ഈ ഭൂമിയിൽ അഭിമാനത്തോടെ നമ്മുടെ കർത്താവിനെ സേവിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം യേശു കർത്താവ് 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഈ ഭൂമിയിൽ മനുഷ്യനായി ഇറങ്ങി വന്നതുകൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനവും യേശുക്രിസ്തുവിൻ്റെ ജീവിതവും യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയും യേശുക്രിസ്തുവിൻ്റെ മരണവും യേശുക്രിസ്തുവിൻ്റെ അടക്കവും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ആരാണ് യേശുക്രിസ്തു, എന്തിനാണ് യേശുക്രിസ്തു വന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഈ ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണല്ലോ ലോകം മുഴുവൻ ദുഃഖവെള്ളി ആചരിക്കുന്നത്, യേശുക്രിസ്തു ക്രൂശിൽ കയറി എന്നുള്ളതിന്. യേശുക്രിസ്തു ക്രൂശിതനായി എന്നുള്ളതിൻ്റെ ആ ഒരു തെളിവാണ് ലോകം മുഴുവനും ആഘോഷിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് മാത്രം, ഒരാഘോഷം കൊണ്ട് മാത്രം കാണേണ്ട ഒന്നല്ല യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ. യേശുക്രിസ്തു നമുക്ക് വേണ്ടി രക്തസാക്ഷി മരണമല്ല വരിച്ചത്. അനേകരും പറയുന്ന യേശുക്രിസ്തു രക്തസാക്ഷിത്വ മരണം വരിച്ചു എന്ന. ഒരിക്കലും യേശുക്രിസ്തു രക്തസാക്ഷിത്വ മരണമല്ല വരിച്ചത്. യേശുക്രിസ്തുവിൻ്റെ മരണം പിതാവിൻ്റെ ഇഷ്ടത്താൽ, പിതാവിൻ്റെ ഹിതത്താൽ. മറ്റൊന്ന്, യേശുക്രിസ്തുവിൻ്റെ മരണം പ്രായശ്ചിത്ത മരണമായിരുന്നു. പകരക്കാരനായി മരിച്ചവനാണ് യേശുക്രിസ്തു. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ചാണ്. എന്താണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്? നമുക്കറിയാം, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ശിക്ഷ ക്രൂശ് മരണമായി. യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കള്ളന്മാർക്കും കൊലപാതകികൾക്കും ഒക്കെ കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ഏറ്റവും നീചമരണമായ ശാപകരമായ ഒരു ശിക്ഷയായിരുന്നു ക്രൂശ് എന്ന് പറയുന്നത്. ആ ക്രൂശാണ്, ആ മരണമാണ് നാടുവാഴികൾ, ഭരണാധികാരികൾ യേശുവിനും ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത്. ക്രൂശ് മരണമാണ് യേശുവിനെ വിധിച്ചത്. പീലാത്തോസിനെ കുറിച്ച് പറയുന്നു, യേശുവിനെ രക്ഷിക്കുവാൻ, യേശുവിനെ വിട്ടയക്കുവാൻ പീലാത്തോസ് ആവുന്നത്ര ശ്രമിച്ചെങ്കിലും അവനെ ക്രൂശിക്കുക. ഏറ്റവും വലിയ വേദനാജനകമായ മരണം തന്നെ യേശുവിന് കൊടുക്കണമെന്ന് ജനം ആക്രോശിച്ചു പറഞ്ഞു. അങ്ങനെ ജനത്തിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി യേശുക്രിസ്തുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. അതുവരെ ഒരു മാനവുമില്ലാതിരുന്ന, അതുവരെ ലോകം മുഴുവൻ വെറുപ്പോടെ നോക്കിയിരുന്ന, അതുവരെ ശാപവസ്തുവായി കണ്ടിരുന്ന ക്രൂശ്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് എന്താണ്? നമുക്കറിയാം. വിശുദ്ധ തിരുവചനം പഠിക്കുമ്പോൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം പഠിക്കുമ്പോൾ, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവൻ, ആ കാലഘട്ടത്തിലെ ഒരു പല്ലവിയാണ്, മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അതെ, ആ ശാപമരണം, ആ ക്രൂശ് മരണം യേശു ഏറ്റുവാങ്ങി. നമ്മുടെ പാപത്തിനെ, നമ്മുടെ ശാപത്തെയും മാറ്റാൻ, നമ്മുടെ നിന്ദകളെ എടുത്തുകളെ, നമ്മുടെ തകർച്ചകളെ മാറ്റാൻ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്ന ക്രൂശാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്. പ്രിയമുള്ളവരെ, തീർന്നില്ല. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കയറിയ ക്രൂശാണ്. എന്താണ് അത്രയും ഭാരം? യേശുക്രിസ്തു ലോകത്തിൻ്റെ മുഴുവൻ്റെയും പാപത്തെ ചുമന്നു. മാനവരാശിയുടെ മുഴുവൻ്റെയും പാപത്തെ ചുമന്നു. ഞാൻ ഈ യേശുവിനെ സ്നേഹിപ്പാൻ, നമ്മൾ യേശുവിനെ സ്നേഹിപ്പാൻ, ഈ യേശുവിനെ ആരാധിപ്പാൻ, ഈ യേശുവിൻ്റെ മക്കളായി തീരാനുള്ള പരമപ്രധാനമായ കാരണം, അതിലൊന്ന്, ഒരു വിലപ്പെട്ട കാരണം, യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്. ഈ ലോകത്തിൽ ഇന്ന് വേറെ ഒരു വ്യക്തിയെയും ഇതുപോലെ നമ്മൾ കണ്ടിട്ടില്ല, ഇനിയൊട്ട് കാണാനും പോകുന്നില്ല. കാരണം മനുഷ്യൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരകനായി, പ്രായശ്ചിത്ത ബലിയായി ക്രൂശന്മേൽ കയറിയ ഒരുവൻ ഈ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ഇനിയൊട്ടുണ്ടാകാൻ പോകുന്നുമില്ല. കാരണം അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ കയറി. മൂന്നാമത്തുള്ള കാര്യം, ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തിയ ഒരു സ്ഥലമായിരുന്നു കാൽവരി ക്രൂശ്. ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് വെളിപ്പെടുത്തി കാണിച്ച ക്രൂശിലേശു മരണം മരിച്ചപ്പോൾ അവിടെ ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ നമുക്ക് സുവിശേഷത്തിനകത്ത് വായിക്കുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയ, പ്രദർശിപ്പിച്ച, സ്നേഹത്തെ പരസ്യമായി പ്രദർശിപ്പിച്ച
ഒരിടമായിരുന്നു കാൽവരി ക്രൂശ്. യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ, യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ, യേശു തകർക്കപ്പെട്ടത്, 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിക്കപ്പെട്ടത്, ഇതോർക്കാത്ത ഒരു വ്യക്തി പോലും ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ യേശുവിനെ അറിയണം. യേശു ആരാണെന്ന് അറിഞ്ഞു, യേശുവിനെ സ്നേഹിച്ചു. യേശുവിനെ അറിയാനുള്ള ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ യേശുവിന് നമ്മോടുള്ള ആ സ്നേഹത്തെ പരസ്യമായി പ്രദർശിപ്പിച്ച ഒരിടമാണ് ക്രൂശ്. മാത്രമല്ല നമ്മുടെ അകൃത്യത്തിന് പ്രായശ്ചിത്തമായി, അല്ലേ? യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് എഴുതി വെച്ചൊരു ഭാഗമുണ്ട്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചവൻ ക്രൂശിലാണ്. സാക്ഷാൽ നമ്മുടെ വേദനകളെ ചുമന്നവൻ ക്രൂശിലാണ്. നമ്മുടെ പാപങ്ങളെ ചുമന്നവൻ ക്രൂശിലാണ്. നമ്മുടെ അകൃത്യങ്ങൾക്ക് പരിഹാരമായി തീർന്നത് ക്രൂശിലാണ്. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി മാറി എന്ന് വിശുദ്ധ തിരുവചനം നമ്മെ പഠിപ്പിക്കുക. പ്രിയരെ, പിതാവിൻ്റെ ഇഷ്ടം പുത്രനിലൂടെ നിറവേറ്റിയത് വിശുദ്ധ വേദവാക്യത്തിൽ പറയുന്ന പോലെ നമ്മോടുള്ള പിതാവിൻ്റെ സ്നേഹത്തെ പുത്രനിലൂടെ വെളിപ്പെടുത്തി തന്നതാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. എന്നാൽ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, ആ ക്രൂശിൽ ഒതുങ്ങുന്നവനല്ല, ആ ക്രൂശിൽ അവസാനിച്ചവനല്ല, ആ ക്രൂശ് കൊണ്ട് തീർന്നവനല്ല യേശുക്രിസ്തു. ക്രൂശിക്കപ്പെട്ടു, പ്രാണനെ വിട്ടുകൊടുത്തു, അവനെ ഇറക്കി അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയിൽ വെച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മരണത്തിന് പോലും അവനെ ജയിക്കാൻ കഴിയാതെ മരണത്തിനപ്പുറത്തേക്ക് ഇറങ്ങി വന്ന ഒരു കർത്താവിനെയാണ് ഞാൻ നിങ്ങൾ ഇന്ന് പകൽക്കാലം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അഭിമാനത്തോടെ എനിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയും, യേശുക്രിസ്തു കല്ലറയിൽ കിടക്കുന്ന ഒരു ദൈവമല്ല. യേശുക്രിസ്തു ഇന്നും മൗനമായി ഉറങ്ങുന്നൊരു ദൈവമല്ല. യേശുക്രിസ്തു അവസാനിച്ചവനല്ല. യേശുക്രിസ്തു ഇല്ലാതായിത്തീർന്നവനല്ല. അവനെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയത്തില്ല. അവൻ്റെ മാർഗത്തെ ഇല്ലാതാക്കാൻ അവന് ആർക്കും കഴിയത്തില്ല. ഒരുപക്ഷെ സുവിശേഷകരെ ഇല്ലാതാക്കാൻ ലോകർക്ക്, സുവിശേഷ വിരോധികൾക്ക് കഴിഞ്ഞേക്കാം. ദൈവവചനത്തിനെതിരായി നിൽക്കുന്നവർക്ക് ഈ സുവിശേഷത്തെ എതിർക്കാൻ കഴിഞ്ഞേക്കാം. സുവിശേഷകരെ ജയിലിലടയ്ക്കാൻ കഴിഞ്ഞേക്കാം. വേദപുസ്തകത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രിയമുള്ളവരെ, കാൽവരി ക്രൂശിൽ തൻ്റെ സ്നേഹത്തെ നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ച ഇടം നമുക്കൊന്ന് തിരിച്ചറിയണം. ആ മഹത്വം ഒന്ന് തിരിച്ചറിയണം. ലോകം മുഴുവൻ ശാപത്തോടെ കണ്ടിരുന്ന, ലോകം മുഴുവൻ വെറുപ്പോടെ കണ്ടിരുന്ന, ലോകം മുഴുവൻ അറപ്പോടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു മരണമായിരുന്നു കാൽവരി ക്രൂശ്. പ്രിയമുള്ളവരെ, അതിന് മുൻപും പിൻപും ഒക്കെ പലരെയും ക്രൂശിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ക്രൂശ് മരണം നമുക്ക് വേണ്ടിയായിരുന്നു. യേശു തമ്പുരാൻ കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളാൽ തൂക്കപ്പെട്ടു. മാരകമായ ആ അനുഭവത്തിലൂടെ തമ്പുരാൻ പോകുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളും തകർക്കപ്പെടേണ്ട സ്ഥാനത്തായിരുന്നില്ലേ? ഞാൻ നിങ്ങളും അടിയേൽക്കേണ്ട സ്ഥാനത്തായിരുന്നില്ലേ? ഞാൻ നിങ്ങളും ശിക്ഷ ഏറ്റുവാങ്ങേണ്ട സ്ഥാനത്ത് പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപിയെപ്പോലെ, ഒരു കുറ്റവാളിയെപ്പോലെ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ വായ് തുറക്കാതെ ഊമനായി നിന്നുകൊടുത്തു. പ്രിയമുള്ളവർ, എന്തിനു വേണ്ടി? എന്നെ നിങ്ങളെ രക്ഷിക്കാൻ, ഞാൻ നിങ്ങളും മക്കളും അവകാശികളുമായി തീരുവാൻ. വിശുദ്ധ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത്, നമ്മുടെ കറയും കളങ്കവും മാലിന്യങ്ങളും മാറ്റിത്തരുന്ന, നമ്മളുടെ അവിശ്വസ്തതകളെ മാറ്റുന്ന, നമ്മുടെ അവിശുദ്ധിയെ മാറ്റുന്ന, വിശുദ്ധരാക്കി തീർക്കുന്ന, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുവാൻ നമ്മെ ഒരുക്കിയെടുക്കുന്ന ഒരിടമായിരുന്നു കാൽവരി ക്രൂശ്. ആ ക്രൂശിൻ്റെ സ്നേഹത്തെ മറക്കാതെ, ആ ക്രൂശിലെ ദൈവം കർത്താവ് കാണിച്ച ആ പ്രദർശനം, സ്നേഹത്തിൻ്റെ പ്രദർശനത്തെ എന്നും ഓർത്തുകൊണ്ട് നിത്യതയ്ക്ക് അവകാശിയായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി വചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.